കല്യാണിക്കുട്ടി ട്യൂഷന് പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ വേഗം കണ്ണൻകുട്ടീനെ മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുത്ത് ഞാനും കുളിക്കാനായിട്ട് നിന്നപ്പോഴാണ് എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ആകെ കുത്തി മറിഞ്ഞൊക്കെ കിടക്കായിരുന്നു കേട്ടോ. ഇവിടെ വന്ന സമയത്ത് ഒതുക്കി വെച്ചതാ, പിന്നെ അത് ഒതുക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നും രാവിലെ ഇപ്പോൾ സ്കൂളിൽ കല്യാണിനെ കൊണ്ടുവന്നാക്കാൻ പോകുമ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോവാറ്. അപ്പോൾ വേഗം ഏതെങ്കിലുമൊക്കെ കുത്തിപ്പറക്കി എടുത്തിട്ടൊക്കെയാണ് ഇട്ടിട്ട് പോവാറുള്ളത് കേട്ടോ. ഒന്നും അങ്ങനെ തലേദിവസം ഒന്നും എടുത്ത് വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ കുത്തി മറിഞ്ഞൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഒരെണ്ണം എടുത്ത 10 എണ്ണം അങ്ങോട്ട് വീഴുന്നുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ബെഡിലൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് മടക്കിയൊക്കെ ഒന്ന് വെക്കാൻ തന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ ഈ തുണിയും മടക്കിയൊക്കെ വെക്കാന്നുള്ളത്. കാരണം അതുപോലെ തന്നെ ഇരിക്കുമെങ്കിൽ നമുക്ക് കാണാനായിട്ടൊരു ഇഷ്ടമാണിത്. പിന്നെ എടുക്കുമ്പോൾ ഞാൻ തന്നെ അതൊക്കെ കുത്തിമറിച്ചൊക്കെ ഇടും ചിലപ്പോൾ. പക്ഷെ കല്യാണിയുടെയൊക്കെ ഞാനിപ്പോൾ ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് കാരണം നല്ല സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണി വന്ന നേരത്താണ് കേട്ടോ ഈ ഒരു ടോയ് 2 ദിവസമായി ഉണ്ടായിരുന്നു നമുക്ക് വന്നിട്ട്, ഗിഫ്റ്റായിരുന്നു. അപ്പോൾ അതിനെന്തോ കണ്ണൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിങ്ങനെ ചെണ്ട കൊട്ടുന്നതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ വലിയതുകളൊക്കെ ഒരുപാട് കാണാനുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഇപ്പോൾ അങ്ങനെ ബാറ്ററിയൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇതിങ്ങനെ പുതിയതായിട്ട് കിട്ടിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷം അവനിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവർ രണ്ടാളിലും കൂടെ കളിക്കാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണിയുടെ ചില നേരത്തെ വിചാരം കണ്ണനുള്ള ചേട്ടനോ നല്ല അനിയനാന്നൊക്കെയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണികളെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാം. അപ്പോൾ ഞാൻ ചോദിക്കാം എന്നാൽ കല്യാണിൻ്റെ ഒരു ഉണ്ണീനെ വേണമെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പറയും ചിലപ്പോൾ പറയട്ടെ എനിക്ക് പെണ്ണുണ്ണീനെ ആണെങ്കിൽ ഇഷ്ടം അമ്മയെന്നൊക്കെ പറയും. ചിലപ്പോൾ പറയും വേണ്ട, അതെനിക്ക് അറിയാം ഒരു കുശുമ്പ് കൊണ്ടാണ്. കാരണം വേറൊരു ഉണ്ണിയും കൂടെ വന്നു കഴിഞ്ഞാൽ കല്യാണിയുടെ ആ ഒരു ഉണ്ണി എന്നുള്ള സ്ഥാനം പോവുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കണ്ണനെ കൊടുക്കാൻ പോയപ്പോഴേ ചേട്ടൻ പറഞ്ഞു വേണ്ട തരണ്ട, ചെറിയൊരു ജലദോഷം പോലെയുണ്ട് കണ്ണൻ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം കറിയൊക്കെ ഒന്ന് ചൂടാക്കി വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഞാനും കല്യാണിയാണ് കേട്ടോ ഒരുമിച്ച് കഴിക്കുക. കണ്ണൻ്റെ കൂടെ എനിക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും, കാരണം ഞാൻ അവന് കൊടുക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കഴിക്കിട്ടിരുന്നിട്ട് അവന് കുറച്ച് വെച്ച് കൊടുത്ത് ഞാൻ കുറച്ച് അങ്ങനെയൊക്കെ. പക്ഷെ ചോറ് എനിക്ക് അവനോട്ട് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല അവൻ്റെ കൂടെ. അപ്പോൾ ഞാനും കല്യാണിയും കൂടിയാണ് ഒരുമിച്ചൊക്കെ കഴിക്കുക. അപ്പോൾ കണ്ണിന് നല്ല ഉറക്കം വരുന്നുണ്ടാവും. 8-8:30 ആകുമ്പോഴേക്കും അങ്ങോട്ട് കണ്ണൊക്കെ ഇങ്ങനെ തളർന്നിങ്ങനെ വീഴും കേട്ടോ കണ്ണൊക്കെ. അപ്പോൾ ഞാൻ വേഗം അവൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടന്നോട്ട് ഇങ്ങനെയൊന്നും കിടന്നിട്ട് കാര്യമില്ല കേട്ടോ. അത് വെറുതെ കല്യാണിനെ വെയിറ്റ് ചെയ്ത് കിടക്കാം. അവൾ പല്ലേക്കാൻ പോയിട്ടേ ഉള്ളൂ. അത് രാവിലെ അത് വൈകിട്ടത് കല്യാണി പല്ലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ തോറ്റു. രാവിലെ അവൾ എണീക്കുമ്പോൾ ഒരു 7 മണിയൊക്കെ തൊട്ട് ഞാൻ തുടങ്ങുക, 7:30 തൊട്ട് ചിലപ്പോൾ 8:30 വരെയൊക്കെ ഇതിങ്ങനെ പറഞ്ഞാലേ പല്ല് തേക്കുള്ളൂ. വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അപ്പോൾ തൊട്ട് ഞാൻ പറയും കല്യാണി പല്ല് തേക്ക് എവിടെ. ഞങ്ങളിവിടെ കയറി ഞങ്ങൾ വാതിലടയ്ക്കുന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തിയാലൊക്കെ ആയിരിക്കും പല്ലൊക്കെ തേച്ച് ആശാത്തി വരിക കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ നിൽക്കുമ്പോഴാണ് കല്യാണിയുടെ മുടി കെട്ടി വെച്ച് കൊടുത്തില്ല എന്നുള്ളത് ഓർത്തതുള്ള മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു.